ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്കും കൂടി ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ രാവിലെ ലഞ്ചൊക്കെ ഉണ്ടാക്കണതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ലഞ്ചൊക്കെ ഉണ്ടാക്കണതിന് മുന്നായിട്ട് കുറച്ച് സാധാരണ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാന്ന് വെച്ചിട്ട് നിന്നതാണ്. ആദ്യം തന്നെ ഈ ഒരു പെപ്പർ മില്ലില്ലേ, ഇതിലേക്ക് കുറച്ച് പെപ്പർ കോൺസ് ഒന്ന് ഇട്ട് വയ്ക്കാനുണ്ടായിരുന്നു. ഞാനിത് പുതിയതായിട്ട് വാങ്ങിച്ചതാട്ടാ. ഇത് എനിക്ക് ഭയങ്കര അതിൻ്റെ ആ ഒരു ഷേപ്പും അതിൻ്റെ ആ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സാധനമല്ലേ, അപ്പോൾ അത് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ, ഭയങ്കര ചെറുതായിട്ടത്, ഒരുപാട് പെപ്പറൊന്നും ഇതിനുള്ളിലേക്ക് കൊള്ളില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിച്ചതായിരുന്നു. പിന്നെ അത് യൂസ് ചെയ്യാൻ ഈസിയാണ് കേട്ടോ. ഞാൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായി, അതിനുശേഷം പറയണത് അത് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്, പക്ഷേ അതിനകത്ത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ദാ ഈ വാക്യൂം ക്ലീനറില്ലേ, ഇതിൻ്റെ റോബോട്ട് വാക്യൂമിൻ്റെ ഈ ഒരു ബാഗ് ഒന്ന് മാറ്റി കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വാക്യൂം ക്ലീനർ സാംസങ്ങിൻ്റെ ആട്ടാ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഡസ്റ്റ് ബാഗില്ലേ, അത് ഫില്ലാവുന്ന അനുസരിച്ചിട്ട് മാറ്റി കൊടുക്കണം. ഫില്ലാവുന്ന അനുസരിച്ചിട്ട് എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഡെയിലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാനൊരു 4-5 മാസത്തിന് ശേഷമായിട്ടെല്ലാം മാറ്റേണ്ടത് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കൂടുതൽ ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് എൻ്റെ മോളുടെ, അപ്പോൾ അതിൻ്റെ ഒരു ഫെറൊക്കെ ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് എനിക്കൊരു 4 മാസമൊക്കെ 5 മാസമൊക്കെ കൂടുമ്പോൾ മാറ്റേണ്ടി വരണം. ഇല്ല വെച്ചാൽ ഇത്രയൊന്നും എടുക്കില്ല കേട്ടോ, നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നത്. അന്നേരം നമ്മളൊന്ന് മാറ്റി കൊടുത്താൽ മതി. അതായത് ഇതുപോലെ റീപ്ലേസ് ചെയ്യാനുള്ള ബാഗ്സ് സാംസങ്ങിൻ്റെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചതിന് ശേഷം മറ്റേ നമ്മൾ ആദ്യം ഊരി മാറ്റിയില്ലേ യൂസ് ചെയ്തത്, അതെടുത്ത് നമുക്ക് ഡംപ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഇങ്ങനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനൊരു സീലിങ്ങോട് കൂടിയിട്ടാണ് വരിക. അത് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുകയൊന്നും വേണ്ട, അത് ഓട്ടോമാറ്റിക്കലി നമ്മളിത് എന്താ പറയുക, ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് ആയിക്കോളൂ കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് അതിനുള്ളിൽ ഇരുന്നോളും. ഭയങ്കര ഈസി ആട്ടോ ഈ ഒരു വാക്യൂം. എനിക്ക് മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിലും ഇതിപ്പോൾ ഞാനൊരു കഴിഞ്ഞ 3 വർഷത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വാക്യൂം ക്ലീനർ. സെയിം തന്നെ അതിന് മുന്നേ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഈ ഒരെണ്ണം യൂസ് ചെയ്യുമ്പോഴായിരുന്നു. ഭയങ്കര ഈസിയാണ്, നമ്മളങ്ങനെ എപ്പോഴും എടുത്ത് അതുപോലെ തന്നെ ആ വാക്യൂം എടുത്തിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് അതിനുള്ളിൽ നിന്ന് നമ്മൾ കൊട്ടിക്കളയോ ഒന്നും വേണ്ട കേട്ടോ. ഇതിനുള്ളിലേക്ക് തന്നെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ഇതിലേക്ക് തന്നെ അത് സക്ക് ചെയ്തെടുത്തോളും ഡസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് അത് വീണ്ടും ചാർജായിട്ട് നെക്സ്റ്റ് അടുത്ത യൂസ് ചെയ്യാനായിട്ടുള്ള ഇത് റെഡിയായിട്ട് ചാർജ് ചെയ്തിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊന്ന് മാറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റോബോട്ട് വാക്യൂമാണ് ഇത്, ഈ ഒരു സാംസങ്ങിൻ്റെ ഈ ഒരു മോഡൽ. പിന്നെ അതിനുശേഷം കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ കാര്യമായിട്ടാണ്. വീഡിയോ എടുത്തപ്പോൾ അതിലൊന്ന് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ആ കളർഫുള്ളായിട്ടുള്ള ബോട്ടിൽസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയേക്കാമെന്ന് കരുതി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കിച്ചണിൽ മാറ്റുമ്പില്ലേ, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട്. എപ്പോഴും കാണുന്നതിന് കുറച്ച് ചേഞ്ച് ഉള്ള പോലെ തോന്നും, കിച്ചണിലേക്കൊക്കെ വരുമ്പോൾ ഒരു ഫ്രഷ്നെസ് തോന്നുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോട്ടിൽസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യും. ഞാൻ വീട്ടിലെപ്പോഴും കുക്ക് ചെയ്യാനായിട്ട് അധികവും യൂസ് ചെയ്യൽ കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ ഒലിവ് ഓയിലുമാണ് കേട്ടോ. മറ്റേ സൺഫ്ലവർ ഓയിലൊന്നും ഞാനങ്ങനെ യൂസ് ചെയ്യലില്ല. തീരെ ചെയ്യില്ല എന്നല്ല, ഇടയ്ക്ക് യൂസ് ചെയ്യും. പക്ഷേ ഇത് റെഗുലറായിട്ട് എടുക്കാറുള്ള 2 ഓയിലുകൾ. അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ ഓയിലിൻ്റെ ഈ ഒരു സ്പൗട്ടിൽ ഇത് ഞാൻ തുടച്ചെടുക്കുകയുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും അത് വാഷ് ചെയ്യില്ല. അതായത് കുപ്പികൾ മാറ്റുമ്പോൾ എല്ലാ തവണ കുപ്പികൾ മാറ്റുമ്പോഴും ഞാൻ ആ സ്പൗട്ട് വാഷ് ചെയ്യില്ല കേട്ടോ. കാര്യം അത് നമ്മൾ എപ്പോഴെപ്പോഴും വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ വെള്ളം പോകാനായിട്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ നല്ലോണം ഡ്രൈ ആക്കി എടുക്കേണ്ടിയൊക്കെ വരും. പെട്ടെന്നൊക്കെ ഇങ്ങനെ മാറ്റുമ്പോൾ അത് കഴുകാൻ നിന്നിട്ടുണ്ടെങ്കിൽ പണിയാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 4 മാസം കൂടും അങ്ങനെയെല്ലാം മാത്രമാണ് അത് കഴുകുള്ളൂ. ഈ ഒരു സ്പൗട്ട് ഇട്ട ബോട്ടിലല്ല ഞാൻ പറയണത്, അത് കഴുകുള്ളൂ. മറ്റേ ബോട്ടിൽ മാത്രമാണ് ഞാൻ എപ്പോഴും എന്താ പറയുക കഴുകുക. ഈ സ്പൗട്ട് ഞാൻ മറ്റേ കുപ്പി മാറ്റിയപ്പോൾ അതൊന്ന് ഊരിയെടുത്ത് ഇതിലേക്ക് ആക്കി വെച്ചു, കഴുകിയിട്ടില്ല കേട്ടോ. ഞാൻ മുമ്പ് അങ്ങനെ കഴുകലുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കഴുകലുണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഈ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം നന്നായിട്ട് പോയിട്ടില്ലെങ്കിൽ അത് നമുക്ക് തുടച്ചെടുക്കാൻ എന്തായാലും ടിഷ്യൂ ഒന്നും വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തുടയ്ക്കാൻ പറ്റില്ല. നല്ലോണം ഡ്രൈ ആക്കി തന്നെ കിട്ടണത്. ഇല്ല വെച്ചാൽ ആ വെള്ളമൊക്കെ കൂടി നമ്മൾ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് വീഴും. എനിക്കങ്ങനെ കൈ ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ടായി ഒരിക്കൽ. അതിനുശേഷം ഞാൻ അതിങ്ങനെ തെറിക്കൂലോ വെള്ളം ഉണ്ടെങ്കിൽ ഓയിൽ.
അപ്പോൾ അതിനുശേഷം ഞാനങ്ങനെ എപ്പോഴും കഴുകാൻ നിൽക്കലില്ല. ഒരു 4-5 മാസമെല്ലാം കൂടുമ്പോൾ മാത്രമാണ് ആ സ്പൗട്ട് കഴുകലുള്ളൂ. പിന്നെ ഇതാ ചായപ്പൊടിയും കൂടി ഒന്ന് റീഫിൽ ചെയ്യാനുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഉച്ചക്കിലേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് അല്ല, വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു പുളിങ്കറി ഉണ്ട് കേട്ടോ. നാട്ടിലെ വീട്ടിലൊക്കെ എപ്പോഴും എല്ലായിടയ്ക്കും ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും ക്യാബേജും കൂടിയിട്ടുള്ള ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. രാവിലെ കടയിൽ പോയേരം വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് എന്താ പറയുക, ഈ ഒരു പൊട്ടിച്ചതിന് ശേഷം ഒന്ന് ഇട്ടേക്കാന്ന് വെച്ചിട്ട് അത് ആദ്യം ചെയ്യാന്ന് വെച്ചിട്ട് നിന്നതാ. ഞാനില്ലേ ഇത് പൊട്ടിച്ച സമയത്ത് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റെമ്മൊക്കെ ചീഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൗഡർ പോലത്തെ ഒരു സാധനം കിട്ടും കേട്ടോ. എൻ്റെ പേര് ഞാൻ മറന്നു. അത് ഓർത്തില്ല. അത് എല്ലാ ഫ്ലവേഴ്സിൻ്റെ കൂടെ അത് കിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടിടാം. പക്ഷേ റോസസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് എപ്പോഴും കിട്ടലുണ്ട്. ഞാനത് അറിയാണ്ട് അത് കുത്തി പൊട്ടിച്ചു ആദ്യം. ആ ഒരു എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് റാപ്പർ ഉണ്ടായിരുന്നില്ലേ, അത് കട്ട് ചെയ്തായിരുന്നു. പെട്ടെന്ന് അറിയാണ്ട് ഈ ഒരു കവറും കൂടി അങ്ങോട്ട് കട്ടായി അവിടെയൊക്കെ ആയിട്ടുണ്ട്. നല്ല സാറില്ല, കുറച്ച് പോയിട്ടുള്ളൂ കേട്ടോ. ബാക്കി അതിനുള്ളിൽ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഫ്ലവേഴ്സ്, ഇത് ഞാൻ എപ്പോഴും റോസ് വാങ്ങിക്കലില്ല കേട്ടോ. റോസ് ഞാൻ വളരെ കുറവാണ് വാങ്ങിക്കൽ. എനിക്ക് റോസസ് പെട്ടെന്ന് ഇങ്ങനെ ചീഞ്ഞ് പോകണം, അതിൻ്റെ പെറ്റൽസൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചീഞ്ഞ് എന്താ പറയുക വാടി പോണതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഡ്രൈ ആയിട്ടൊക്കെ നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ചാലും കേട്ടോ. അപ്പം ഞാൻ വല്ല കാലത്തും എല്ലാം മാത്രമേ റോസസ് വാങ്ങിക്കലുള്ളൂ. ഇത്തവണ എന്താ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു കളറില്ലേ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. വേറെ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു, യെല്ലോയും റെഡും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഫേവറേറ്റ് കളർ ആണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഈ റോസസിൽ ഈ ഒരു കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ അത് ഇത്തവണ വാങ്ങിച്ചത്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പം ഉച്ചക്കിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം നമ്മുടെ മത്തങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ മത്തങ്ങയില്ലേ, എനിക്ക് ഈ മത്തങ്ങേൻ്റെ തോല് പണ്ടൊരിക്കൽ ഞാൻ വീട്ടിൽ വെച്ചിട്ട് മത്തങ്ങേൻ്റെ തോല് കളഞ്ഞ സമയത്തില്ലേ, ഇതിൻ്റെ തോലിന് കുറച്ച് കട്ടിപ്പ് കൂടുതലല്ലേ, അത് സൂക്ഷിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടോയെന്നറിയില്ല. പക്ഷേ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൈ നല്ലോണം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ മത്തങ്ങ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ തോല് കളയുന്ന സമയത്ത് എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വരും. അത് കാരണം ഞാൻ എക്സ്ട്രീംലി കെയർഫുള്ളായിട്ടാണ് മത്തങ്ങ കട്ട് ചെയ്യാം. അത് അതിൻ്റെ ആ ഒരു ഫ്ലഷ് കുഴപ്പമില്ല, പക്ഷേ ആ തോലില്ലേ അത് കുറച്ച് കട്ടിപ്പ് കൂടുതലല്ലേ, അത് കട്ട് ചെയ്യാൻ നേരത്ത് എനിക്കിപ്പോഴും നല്ല പേടിയാട്ടാ. അത് ഞാനിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നോക്കിയതിന് ശേഷമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യണേ. എങ്ങനെ എടുത്ത് വെച്ചാലും കൈ മുറിയുമെന്നുള്ള പേടിച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. അങ്ങനെ മത്തങ്ങ തോല് കളയുമ്പോൾ കൈയൊന്നും മുറിയൊന്നുമില്ല കേട്ടാ. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ എനിക്കങ്ങനെ പണ്ട് പറ്റിയിട്ടുള്ള കാരണം നല്ലൊരു മുറിവായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം എപ്പോൾ ഇതെടുത്താലും ആ ഒരു പേടി മനസ്സിലുണ്ട്. അത് കാരണം ഞാൻ ആദ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നോക്കിയതിന് ശേഷമൊക്കെ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഞാൻ ആദ്യം കൈ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ നോക്കി, പിന്നെ കട്ടിങ് ബോർഡിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ, അതൊക്കെ ആ ഒരു പേടി കൊണ്ട് വരണതാട്ടോ. എനിക്ക് എപ്പോഴും ഓർമ്മ വരും അത്. നല്ലോണം ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു അന്നത്. കട്ടായപ്പം കത്തി നല്ലോണം കയറിയിട്ട് കൈമ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മത്തങ്ങേൻ്റെയൊക്കെ തോല് കളഞ്ഞെടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇതാ ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ക്യാബേജ് ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് വേണ്ടുന്ന ഉള്ളിയും കാര്യങ്ങളെല്ലാം നന്നാക്കി ഈ ഒരു തോരന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൂടിയിട്ട് നന്നാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഒരുമിച്ച് കഴുകിയെടുക്കാമല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോസിലൊക്കെ, ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാട്ടോ. ആ ദിവസം കുക്ക് ചെയ്യാനുള്ള വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ കുക്ക് ചെയ്യാൻ നിൽക്കുള്ളൂ. അല്ലാണ്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് അന്നേരം കുക്ക് ചെയ്തിട്ട് പിന്നെ അടുത്തത് തുടങ്ങുക അങ്ങനെ ഞാൻ ചെയ്യില്ല കേട്ടോ. എനിക്കിത് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നല്ല
വൃത്തിയായിട്ടും തോന്നിയിട്ടുണ്ട് കേട്ടോ. ജോലിയൊക്കെ അങ്ങനെ മെസ്സപ്പ് ആവാണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ എല്ലാവരും ചെയ്യണമെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കണേ. ഞാൻ ചെയ്തിട്ട് എനിക്ക് ഈസി ആയിട്ടും അതുപോലെ തന്നെ കിച്ചണൊക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാനും ഈ ഒരു മെത്തേഡ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഷെയർ ചെയ്തൊന്നേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ എപ്പോഴും വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആവില്ലേ, എപ്പോഴും കഴുകാനും പിടിക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് പറഞ്ഞതാട്ടാ. ഇനിയിപ്പോൾ ഈ പുളിങ്കറി ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, മത്തങ്ങ പുളിങ്കറി എന്നാ പറയാട്ടോ അതിന്. അതുകൊണ്ട് അങ്ങനെ പറയണത്. എല്ലായിടത്തും അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല. നമ്മുടെ അവിടെ എല്ലാം അങ്ങനെ പറയലുണ്ട്. അപ്പോൾ ഇതാ മത്തങ്ങ ഒക്കെ നന്നാക്കിയിട്ട് കുറച്ച് വലിയ പീസസ് ആക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടില്ല. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. പിന്നെ ഇപ്പോൾ ഇതാ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ആ ഉള്ളിലുള്ള തോടൊന്നും വീഴാണ്ടിരിക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ സൂക്ഷിച്ചൊഴിച്ചു കൊടുത്തത്. പിന്നെ ഇപ്പോൾ ഇതാ അതിന് മത്തങ്ങയ്ക്ക് കുക്കായി വരാനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മത്തങ്ങയും പുളിൻ്റെ വെള്ളവും ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മത്തങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു സമയം കൊണ്ട് ഞാനിപ്പോൾ മീനിലേക്കൊന്ന് മസാലയൊക്കെ തേച്ച് വെക്കുകയാണ്. വറുക്കാനായിട്ടുള്ള മീനിലേക്ക് ഇതിപ്പോൾ ആവോലിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. കറുത്ത ആവോലിയില്ലേ അതാട്ടാ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയാട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് വെക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മീനൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. ഫ്രീസറിലേക്കല്ല, ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാൻ നേരത്തെ പുറത്തേക്ക് എടുത്താൽ മതിയല്ലോ. ആ ഒരു സമയം കൊണ്ട് ചോപ്പറിൽ ക്യാബേജും ക്യാരറ്റും ഉള്ളിയൊക്കെ കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫുഡ് പ്രോസസ്സറായിട്ടാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇത് നിങ്ങൾ ആരെങ്കിലും ഫുഡ് പ്രോസസ്സർ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ ഫുഡ് പ്രോസസ്സർ ഒന്ന് വാങ്ങിച്ചു നോക്കൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാട്ടോ ഇത്. കുറേ ആയി യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറയണത് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിഞ്ചേൻ്റെ ഈ ഒരു ഫുഡ് പ്രോസസ്സർ അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ ബ്ലെൻഡർ വരുന്ന ആ ഒരു സെറ്റായിട്ട് അങ്ങനെയും കിട്ടും. ഞാനത് വാങ്ങിച്ചിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ എനിക്ക് ബ്ലെൻഡർ വേറെ ഉണ്ട്. അപ്പോൾ എനിക്ക് ബ്ലെൻഡറും കൂടി വേണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഫുഡ് പ്രോസസ്സർ മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ. എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു സാധനമാട്ടോ അത്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ മത്തങ്ങയിലേക്ക് ഇടാനുള്ള കുഞ്ഞുള്ളിയാട്ടാ ചേർക്കുക. അതൊന്ന് കഴുകിയെടുത്തതായിരുന്നു. ഇനിയിപ്പോൾ ഇതാ മത്തങ്ങ പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ റെസിപ്പി ഞാൻ പെട്ടെന്നൊന്ന് പറയാം. നിങ്ങൾക്ക് ഇത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കാമല്ലോ. ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ വിട്ടേക്കിട്ടാ. പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുഞ്ഞുള്ളിയില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ തക്കാളി അടച്ചു വെച്ചിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നപ്പോഴേക്കും ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മത്തങ്ങയും പുളിവെള്ളം എല്ലാം കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഞാൻ ഓൾറെഡി ചേർത്തായിരുന്നു. കുറച്ച് കുറവുള്ളത് കൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാറുണ്ട്. ഈ ഒരു മസാലയും അതുപോലെ ആ മത്തങ്ങ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. മത്തങ്ങയ്ക്ക് ഒന്ന് റെഡി ആയി വരുന്ന ആ ഒരു സമയം കൊണ്ട് മത്തങ്ങ അത്യാവശ്യം ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. അപ്പോഴാണൊന്ന് കുറുകി വരിക. ആ ഒരു സമയം കൊണ്ട് തോരൻ റെഡിയാക്കി എടുക്കുകയാണ്.
ഇനിയിപ്പോൾ ഇതാ ക്യാരറ്റും ക്യാബേജും കൂടിയുള്ള തോരനെല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനങ്ങനെ പ്രത്യേകതയൊന്നുമില്ല, എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെയാണ്. പിന്നെ ആകെ ഒരു കാര്യം ഇതിൽ എക്സ്ട്രാ ഞാൻ ചേർത്തത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ റീസെൻ്റായിട്ട് ഒരിടത്ത് കണ്ടതായിരുന്നു. ക്യാബേജിൻ്റെ തോരനിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം, വളരെ കുറച്ച് മാത്രം ഇട്ടാൽ, ഒരു നുള്ളെല്ലാം. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്തവണ. അത്ര മാത്രമേ ഉള്ളൂ പ്രത്യേകത, ബാക്കിയൊക്കെ എല്ലാവരും ചെയ്യണ പോലെ തന്നെയാണ്. പിന്നിപ്പോൾ മത്തങ്ങ കൂട്ടാനിലേക്ക് വേണ്ടുന്ന ആ ഒരു കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിടാനുണ്ട്. അപ്പം സാധാരണയായിട്ട് ഞാൻ കടുക് പൊട്ടിക്കുന്ന സമയത്ത് കടുകും വറ്റൽമുളകും വേപ്പിലയും മാത്രമാണ് കടുക് പൊട്ടിക്കാറുള്ളൂ. പക്ഷേ ഈ ഒരു മത്തങ്ങ പുളിങ്കറിയിലേക്കില്ലേ കുറച്ച് ഉള്ളിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കും. കുഞ്ഞുള്ളി സ്ലൈസസ് ആക്കിയിട്ട് അതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കും. പിന്നെ മൂത്ത് വരുമ്പോഴേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കുറച്ച് ഉലുവേൻ്റെ പൊടിയും, ഒരു നുള്ളെല്ലാം മാത്രം കേട്ടോ, അത്രയും കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ മത്തങ്ങൻ്റെ പുളിങ്കറിയിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു റെസിപ്പി കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തോരന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ വീഡിയോസിലൊക്കെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് കാണുന്ന ആ ഒരു സമയത്ത് എന്തായാലും നിങ്ങളൊരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കാണുമ്പോൾ നമുക്കൊരു ഇതല്ലേ, ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ അല്ലേ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ചിലരൊക്കെ എങ്കിലും വന്നിട്ട് പ്രൈവറ്റ് മെസ്സേജസ് അയക്കലുണ്ട്, അത് ഇതിലല്ല ഇൻസ്റ്റഗ്രാമിൽ. അപ്പം അവർക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ളപ്പോഴാണ് വന്നിട്ട് പ്രൈവറ്റ് മെസ്സേജ് അയക്കുക കേട്ടോ. അത് നിങ്ങൾ അയച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അത് മിക്കപ്പോഴും ഈ കിച്ചൻ്റെ എന്തെങ്കിലും ഐറ്റംസിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും പ്രൈവറ്റ് മെസ്സേജസ് അയക്കുക, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അയക്കുക കേട്ടോ. അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയണേ, യൂട്യൂബിലല്ല. അപ്പോൾ നിങ്ങൾ അതേ സെയിം ടൈം നിങ്ങൾ ആ ഒരു കമൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോൻ്റെ താഴെയും ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവില്ലേ. ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാട്ടാ ഞാൻ എന്ത് പ്രോഡക്റ്റിനെ പറ്റിയിട്ടായാലും വീഡിയോയിൽ പറയുക. യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ പറയുക. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനും പറ്റുമല്ലോ. പിന്നെ മാത്രമല്ല, കമൻസൊക്കെ കാണുമ്പം എനിക്കൊരു സന്തോഷമാണല്ലോ അല്ലേ. അപ്പം എനിക്ക് പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തേക്കിട്ടാ. എന്ന് വെച്ചിട്ട് പ്രൈവറ്റ് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അതിപ്പോൾ ഒരു സ്മൈലി ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. ഇനിയിപ്പോൾ മീൻ ഫോഴ്സ് ചെയ്യുന്നതല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ മീനും കൂടി വറുക്കാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും അധികവും മീൻ ഫ്രൈ ചെയ്യാനായിട്ടൊക്കെ ഞാൻ ഈ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളൊക്കെ എടുക്കുക കേട്ടോ. ഒന്നെങ്കിൽ നമ്മൾ കോട്ടിങ്ങുള്ള ആ ഒരു കാസ്റ്റ് അയൺ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാസ്റ്റ് അയൺ പാത്രങ്ങളാണ് ഞാൻ അധികവും ഫ്രൈ ആക്കാനായിട്ട് എടുക്കുക. പണ്ട് ഞാൻ നോൺ സ്റ്റിക്കിൽ ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോഴും തീരെ ചെയ്യില്ല എന്നല്ല, ഇടയ്ക്ക് ചെയ്യലുണ്ട്, അത്യാവശ്യത്തിനൊക്കെ മാത്രം. അല്ലെങ്കിൽ ഞാൻ അധികവും കാസ്റ്റ് അയൺ തന്നെ യൂസ് ചെയ്യണേ. എന്താണെന്ന് വെച്ചാൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫ്രൈ ആക്കാനൊക്കെ വല്ലപ്പോഴും എടുത്താൽ കുഴപ്പമില്ല. പക്ഷേ എന്നാലും നമ്മൾ ഫ്രൈ ആക്കാൻ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രം എന്താ പറയുക, അതിൻ്റെ ഒരു എന്തോ പോലെ എനിക്ക് അതിൻ്റെ ആ ഒരു സർഫസിലൊക്കെ എന്തോ ഒരു ഗ്ലേസിങ്ങിന് ഒരു ഇത് ഒന്ന് ഡള്ളാവുന്ന എന്തോ എനിക്ക് പറയാറില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്നല്ല, സത്യമാണ്, അങ്ങനെ വരലുണ്ട്. അപ്പം നമ്മളിപ്പോൾ നിയോഫ്ലാമിൻ്റെ ഒക്കെ പാത്രങ്ങൾ പോലും അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മളെപ്പോഴും അത് ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കുകയാണെങ്കിൽ. നോൺ സ്റ്റിക്കിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രം പെട്ടെന്ന് കേട് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഓയിലിൻ്റെ സ്റ്റെയിനൊക്കെ നമുക്ക് കളയാനും, നമ്മൾ പെട്ടെന്ന് വാഷ് ചെയ്ത് കളയാൻ നോൺ സ്റ്റിക്ക് ഈസി ആണെങ്കിൽ പോലും നമ്മളെപ്പോഴും ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യാൻ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാത്രം കുറച്ച് പൊട്ടയാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അധികം അങ്ങനെ യൂസ് ചെയ്തില്ല. പണ്ട് സ്ഥിരമായിട്ട് നോൺ സ്റ്റിക്കിൽ ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുമായിരുന്നു, വളരെ മുന്നേ. ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ചെയ്യില്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് വല്ലതും മാത്രമാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഫ്രൈ ആക്കാനായിട്ട് എടുക്കുള്ളൂ. അല്ലെങ്കിൽ ടേസ്റ്റും കൂടുതൽ ഈ കാസ്റ്റ് അയണിൽ ചെയ്യുമ്പോൾ തന്നെയാണ്. അതുപോലെ തന്നെ പാത്രത്തിന് കുഴപ്പവും വരില്ല. അപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ടവൽസൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അത് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തതായിരുന്നു. ഞാനിപ്പോൾ ലോണ്ട്രി ഷീറ്റാണ് ഇട്ട് കൊടുക്കുന്നത്, ഡിറ്റർജൻറ്റ് ഷീറ്റാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇത് ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചിട്ട് ഞാൻ ഇത് മാത്രമല്ല എല്ലാം യൂസ് ചെയ്യലുണ്ട്, പക്ഷേ ഇതും യൂസ് ചെയ്യലുണ്ട്. ഇത് ഡ്രൈയിങ് ഷീറ്റ് അല്ല കേട്ടോ, കാണുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും ഇത് ലോണ്ട്രി ഷീറ്റ്സ് ആണ്, അതായത് ഡിറ്റർജൻറ്റിൻ്റെ ഷീറ്റ്സ് ആട്ടോ. ഇത് നമ്മൾ ഹാഫ് ലോഡൊക്കെയാണ് മെഷീനിലേക്ക് ഇടുകയെങ്കിൽ നമുക്ക് അതിനകത്തൊരു സെപ്പറേഷൻ ഉണ്ടാവും. ആ ഒരു
ലോണ്ട്രി ഷീറ്റിൽ നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം. ഫുൾ ലോഡൊക്കെ ഇടുകയാണെങ്കിൽ മാത്രം നമ്മൾ ഒരു ഷീറ്റ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഭയങ്കര ഈസിയാണ്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ചില സമയത്ത് ഇൻ കേസ് എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും വാഷ് ചെയ്യണം അങ്ങനത്തെയൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ ലോണ്ട്രി ഷീറ്റ്സ് ക്യാരി ചെയ്യലുണ്ട്. നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഒരു സിപ്പ് ലോക്കിൻ്റെ ബാഗിൽ ഇട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈ ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വട്ടമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ സമയത്തൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ ലോണ്ട്രി ഷീറ്റ്സിനെ പറ്റിയിട്ട്. മീനൊക്കെ ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ച് കഴിക്കാനായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്താഴ്ച വീണ്ടും വരാം. താങ്ക് യു. ബൈ.